നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഹയാ വേണം, ലജ്ജ വേണം, നാണം വേണം, നാണിക്കേണ്ടതുപോലെ നാണിക്കണം. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഇന്നാല നസ്തഹി വൽഹംദുലില്ലാ, നമുക്കൊക്കെ നാണുണ്ടല്ലോ, ലജ്ജ ഉണ്ടല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങളാ വിചാരിച്ചതല്ല. യഥാർത്ഥത്തിലുള്ള ഹയാ എന്ന് പറഞ്ഞാൽ നീ നിന്റെ തലയെ സൂക്ഷിക്കണം. ആ തല എന്തെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് സൂക്ഷിക്കണം. തല എന്തെല്ലാം കാര്യങ്ങൾ പറ്റാത്തതൊക്കെ പലതും തലയിൽ, നിന്റെ കൂടെയുള്ള ഉപകരണത്തിലുള്ള മെമ്മറി കാർഡിനേക്കാളും മെമ്മറി പവർ തലക്കുണ്ട്. എത്ര ജീവി കണ്ടെടുത്താലും അതിനേക്കാളും വലുത് സൂക്ഷിക്കാനുള്ള കഴിവ് തലക്കുണ്ട്. തലയിൽ പഠിച്ചു വെക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും പറ്റുന്നതാകണം. പറ്റാത്ത ഒന്നും തലക്കകത്ത് സൂക്ഷിക്കരുത്. നിന്റെ പള്ളയെ നീ സൂക്ഷിക്കണം. ആ പള്ളയിലേക്ക്, വയറ്റിലേക്ക് എന്തെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ടോ അതും സൂക്ഷിക്കണം. പറ്റാത്ത ഒരു പാനീയവും ഉള്ളിലേക്ക് പോയിക്കൂടാ. പറ്റാത്ത ഒരു മാംസവും ഉള്ളിലേക്ക് പോയിക്കൂടാ. പറ്റാത്ത പാനീയങ്ങളും വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്, പറ്റാത്ത മാംസങ്ങളും വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്. നഊദുബില്ലാഹ്. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതെനിക്ക് കഴിക്കാൻ പാടില്ല. എന്തേ കാരണം? അല്ലാഹ് ഹറാമാക്കിയതാണ്. നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്, പന്നി ഇറച്ചി. അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പലരും. തിന്നോക്കിയില്ല, തിന്നോക്കാൻ പറ്റൂലല്ലോ. പക്ഷേ എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും നമുക്ക് പാടില്ല. അള്ളാഹുവിനോടുള്ള ഹയാ കൊണ്ട് അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണ്. എത്ര സൗന്ദര്യം കൂട്ടി വന്നാലും ശരി, എല്ലാവരും അത് തിന്നുന്ന ഒരു നാട്ടിലാണ് നമ്മൾ എത്തിയത്. എന്നാലും ആ പഴയ കാലത്ത് ആളുകളൊക്കെ പറയുന്ന ഒരു വരി ഉണ്ടല്ലോ, ആ വരിക്കനുസരിച്ച് തിന്നാൻ പാടില്ല. അങ്ങനെ പറയില്ല ആൾക്കാർ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ എന്ത് കഷ്ടം തിന്നണമെന്നാ? ആ തിന്നും, നടുക്കഷ്ണം. നിങ്ങൾ ചെന്നിറങ്ങിയ നാട്ടില് എല്ലാവരും പന്നി തിന്നുന്നവരാ. വിട്ടുപോകരുത്. ഇലകളിലെടുത്ത് ഭക്ഷിക്കുക. നല്ല ഇലകൾ ഉണ്ടാകും, ഭക്ഷിക്കാൻ പറ്റിയ ഇലകൾ ഭൂമിയിലൂടെ അല്ലാഹു മുളപ്പിച്ചു തരുന്നത്.